ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഭവനഭേദനം, പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ, മാനഭംഗ ശ്രമം, പെൺവാണിഭം. സെക്ഷൻ ഒന്നും വിട്ടുപോകാതെ എല്ലാം എഴുതി ചേർക്കണം. ജയിലിടിഞ്ഞാൽ പോലും ഇവനൊന്നും പുറത്തു വരരുത്. സാറേ, ഞാൻ വാ തുറന്നാൽ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. പാണ്ഡ്യാണേലും പഞ്ചാബിയാണേലും ഈ നാട്ടിൽ ജോലിക്ക് വന്നാൽ ജോലി ചെയ്തിട്ട് പൊയ്ക്കോണം. ഫ്രഷ് ആയതുകൊണ്ട് ഈ പെണ്ണിന് 10 ലക്ഷം രൂപ തരും. അത് തന്നെ ടോപ്പ് റേറ്റാ. ഈ 10 ലക്ഷം അങ്ങോട്ടെടുത്ത് ബിസിനസ് ഉറപ്പിക്കണോ? ഈ ബിസിനസ് നമ്മൾ നിർത്താനൊന്നും പോകുന്നില്ലല്ലോ സാറേ. സേനാപതി ചേട്ടന് വേണ്ടി തുടർന്ന് സഹകരിക്കേണ്ടതല്ലേ? മീനാശി അങ്ങ് അയച്ചു കൊടുത്തേക്ക്. ശരി, 10 ലക്ഷമെങ്കിൽ 10 ലക്ഷം. 5 ലക്ഷം കുറച്ചതിന്റെ വാട്ടം അടുത്ത ഡീലിംഗിൽ നികത്തണം. ആ കണ്ടീഷനിലാണെങ്കിൽ ഓക്കെ. ഓക്കെ ഓക്കെ. എന്നെ ഉപദ്രവിക്കരുത്. മുഴുവൻ പണവും ഞാൻ തന്നേക്കാം. അയ്യോ കൊച്ചെ, നിന്നെ വിറ്റ് കഴിഞ്ഞു. ഇനി വിട്ടയക്കണോ വേണ്ടോന്നൊക്കെ സേനാപതി തീരുമാനിക്കും. ഇനി നിന്നെ വിട്ടയക്കുന്നത് ഒരു മായാലോകത്തേക്കാ. കൊണ്ടുപോടാ അവളെ. വാടി വിടടോ. എടി പോരാ. വിട്, വിട്. വാടി ഇങ്ങോട്ട്. വിട്. എന്നെ വിട്. അല്ല, എങ്ങോട്ടാ? എങ്ങോട്ടോ ദൂരയാത്രക്കുള്ള ഒരുക്കമാണെന്ന് തോന്നല്ലോ. ഇതാര്? സേനാപതിയോ? നിന്റെ പെണ്ണ് കച്ചവടം എന്റെ അതിർത്തിയിലും തുടങ്ങിയോ? എല്ലാത്തിനെയും വെച്ച് വണ്ടി കയറോ. രമേഷേ, ഇവനൊന്നും ജാമ്യം കിട്ടാത്ത വിധത്തിൽ വേണം എഫ്ഐആർ ഇടാൻ. സാർ, ഞാൻ മിണ്ടിപ്പോകരുത്. മാറി നിന്റെ കൂമ്പിടിച്ചു വാട്ടി ഞാൻ. ഭവനഭേദനം, പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ, മാനഭംഗ ശ്രമം, പെൺവാണിഭം. സെക്ഷൻ ഒന്നും വിട്ടുപോകാതെ എല്ലാം എഴുതി ചേർക്കണം. ജയിലിടിഞ്ഞാൽ പോലും ഇവനൊന്നും പുറത്തു വരരുത്. സാറേ, ഞാൻ വാ തുറന്നാൽ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. പാണ്ഡ്യാണേലും പഞ്ചാബിയാണേലും ഈ നാട്ടിൽ ജോലിക്ക് വന്നാൽ ജോലി ചെയ്തിട്ട് പൊയ്ക്കോണം. പെണ്ണുങ്ങളെ കച്ചവടം ചെയ്യലാണോടാ നിന്റെ ജോലി? സാറേ, ഇന്നത്തോടെ ഈ പണി ഞാൻ നിർത്തി സാറേ. അമ്മയാണ് സത്യം.
പെണ്ണിനെ വിൽക്കുന്നവനാണോടാ അമ്മയെ പിടിച്ച് സത്യം ചെയ്യുന്നത്? നീ കസ്റ്റഡി കിടന്ന് ചത്ത് എന്റെ തൊപ്പി പോയാലും ശരി തന്നെ, നിവർന്നു നിന്ന് നീ ഒരു പെണ്ണിനെയും കച്ചവടം ചെയ്യില്ല. രമേശേ, എല്ലാത്തിനെയും കൊണ്ട് അകത്ത് കൊണ്ടുപോ. കേറടാ അങ്ങോട്ട്. കേറ്. ആ, പോ അങ്ങോട്ട്. സാർ, മീനാക്ഷി പേടിക്കണ്ട, ഒന്നും സംഭവിച്ചിട്ടില്ല. അതിനു മുമ്പ് ഞങ്ങൾ അവിടെ എത്തി. ആ, മീനാക്ഷിയെ കൊണ്ടുവരൂ. മോളെ, മോളെ, ആരുമില്ലാത്ത ഈ മീനാക്ഷിയെ തേടി വരാൻ പോലും ആരും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചതാ. എനിക്കും ആരൊക്കെ ഉണ്ടെന്ന് കാണിച്ചു മോളെ. ഇനി നിങ്ങൾക്ക് മീനാക്ഷി കൊണ്ടുപോവാം. ആ, നന്ദിയുണ്ട് സാർ. വാ മോളെ. വാ മോളെ. രമേശേ,